ഇന്ന് സഭയിലൂടെ ജീവിക്കുന്ന കർത്താവിനെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ എന്തിനാ പള്ളി വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന, വീട്ടില് ജീവിക്കകത്ത് കണ്ടാ പോരെ എന്നൊക്കെ ചോദിച്ചാൽ, മോനെ, സഭയുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? കൂദാശ സ്വീകരിക്കണം. അത്ര. അത് വീട്ടിൽ ഇരുന്ന് TV കണ്ടാൽ കൂദാശ ആകത്തില്ല. അത് കൂദാശ സ്വീകരിക്കണം. ഇത് രക്ഷയ്ക്കുള്ള ഏക മാർഗമാണ് സഭയും സഭയുടെ കൂദാശ. ഇത് പഠിച്ചു ഇത് തലേ കയറി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും സഭ, നമ്മുടെ സഭ വിട്ടു പോവോ? എവിടെയെങ്കിലും പോവോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? എന്റെ ആത്മാവിന്റെ രക്ഷ സാധിക്കണമെങ്കിൽ എന്റെ കർത്താവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ കർത്താവിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സഭ. സഭയിലൂടെ കർത്താവ് തുടരുകയാണ്. പൗലോസ് ശ്ലീഹ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, സഭയാണ് കർത്താവിന്റെ ശരീരം. ശരീരത്തിന്റെ അവയവങ്ങൾ ആരാ? നമ്മളാണ് അവയവങ്ങൾ. ശിരസ്സോ ക്രിസ്തു.